തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ FTCPയുടെ വൊക്കേഷണൽ അധ്യാപികയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ മദർ ബോർഡ്, ടൈപ്സ് ഓഫ് മദർ ബോർഡ്, ഫോം ഫാക്ടർ, മദർ ബോർഡ് കമ്പോണൻസ്, പോർട്സ് ആൻഡ് കണക്ടേഴ്സ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായി മദർ ബോർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ പ്രധാന ഘടകങ്ങളെ തമ്മിൽ നേരിട്ടോ അല്ലാതെയോ ബന്ധിപ്പിക്കുന്ന വ്യത്യസ്ത സർക്യൂട്ടുകൾ അടങ്ങിയ ഒരു പ്രിന്റഡ് സർക്യൂട്ട് ബോർഡാണ് മദർ ബോർഡ്. ഇതിനെ മെയിൻ ബോർഡ് അല്ലെങ്കിൽ സിസ്റ്റം ബോർഡ് എന്നും വിളിക്കാറുണ്ട്. ഒരു കമ്പ്യൂട്ടറിന്റെ ഹൃദയമെന്ന് മദർ ബോർഡിനെ വിശേഷിപ്പിക്കാം. മദർ ബോർഡ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകളെ അടിസ്ഥാനമാക്കി അവയെ രണ്ടായി തരംതിരിക്കാം: ഇന്റഗ്രേറ്റഡ് മദർ ബോർഡ് ആൻഡ് നോൺ ഇന്റഗ്രേറ്റഡ് മദർ ബോർഡ്. ആദ്യത്തെ ടൈപ്പ് ഇന്റഗ്രേറ്റഡ് മദർ ബോർഡ്. ഇതിൽ ബോർഡിൽ തന്നെ നിരവധി ഘടകങ്ങൾ സംയോജിപ്പിച്ചിരിക്കുന്നു. വീഡിയോ കാർഡ്, സൗണ്ട് കാർഡ്, വിവിധ കൺട്രോളർ കാർഡുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടാം. ഈ ടൈപ്പ് മദർ ബോർഡ് റിപ്പയർ ചെയ്യുന്നത് സങ്കീർണമായ ജോലിയാണ്. രണ്ടാമത്തെ ടൈപ്പ് നോൺ ഇന്റഗ്രേറ്റഡ് മദർ ബോർഡ്. ഈ മദർ ബോർഡിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്ന ഘടകങ്ങളും എക്സ്പാൻഷൻ കാർഡുകളും ഉപയോഗിക്കുന്നു. എക്സ്പാൻഷൻ കാർഡ്, എക്സ്പാൻഷൻ സ്ലോട്ട് എന്നിവയെക്കുറിച്ച് നമുക്ക് അടുത്ത സെക്ഷനിൽ വിശദമായിട്ട് പഠിക്കാം. ഈ മദർ ബോർഡിൽ ഏതെങ്കിലും ഒരു കമ്പോണന്റ് ഫെയിൽ ആയാൽ മുഴുവൻ മദർ ബോർഡും മാറ്റുന്നതിന് പകരം ആ കമ്പോണന്റ് മാത്രം മാറ്റി സ്ഥാപിക്കാൻ കഴിയും. ഇത്തരം മദർ ബോർഡിൽ സാധാരണയായി നിരവധി PCI എക്സ്പാൻഷൻ സ്ലോട്ടുകൾ ഉണ്ടായിരിക്കും. അടുത്തതായി നമുക്ക് മദർ ബോർഡിന്റെ ഫോം ഫാക്ടർ എന്താണെന്ന് നോക്കാം. മദർ ബോർഡിന്റെ സൈസ്, ഷേപ്പ്, അതിന്റെ ലേഔട്ട്, വിവിധ തരം കമ്പോണന്റിന്റെ ക്രമീകരണം, പവർ സപ്ലൈ കണക്ടേഴ്സിന്റെ ക്രമീകരണം, മറ്റു പോർട്ടുകളുടെയും കണക്ടേഴ്സിന്റെയും ക്രമീകരണം എന്നിവയെ സൂചിപ്പിക്കുന്ന ഘടകമാണ് ഫോം ഫാക്ടർ. വിവിധ തരം ഫോം ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഫോം ഫാക്ടേഴ്സ്: ഒന്നാമത്തത് AT അഡ്വാൻസ്ഡ് ടെക്നോളജി, രണ്ടാമത്തത് ATX അഡ്വാൻസ്ഡ് ടെക്നോളജി എക്സ്റ്റെൻഡഡ്, മൂന്നാമത്തത് LPX ലോ പ്രൊഫൈൽ എക്സ്റ്റൻഷൻ, നാലാമത്തത് NLX ന്യൂ ലോ പ്രൊഫൈൽ എക്സ്റ്റൻഷൻ, അഞ്ചാമത്തത് BTX ബാലൻസ്ഡ് ടെക്നോളജി എക്സ്റ്റെൻഡഡ്. ആദ്യത്തെ ഫോം ഫാക്ടർ AT അഡ്വാൻസ്ഡ് ടെക്നോളജി. AT ഫോം ഫാക്ടർ 1984 IBM ആണ് ആദ്യം അവതരിപ്പിച്ചത്. 1997 വരെ ഇത് ഉപയോഗിച്ചിരുന്നു. ഇതിന്റെ വലിപ്പം എന്ന് പറയുന്നത് 13.8 ഇഞ്ച് നീളവും 12 ഇഞ്ച് വീതിയുമാണുള്ളത്. പ്രോസസർ, മെമ്മറി, എക്സ്പാൻഷൻ സ്ലോട്ടുകൾ എല്ലാം നേർരേഖയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഇതിന് 12 ഇഞ്ച് വീതിയാണുള്ളത്. ഇത് പലപ്പോഴും ട്രൈബേ എന്ന് വെച്ചാൽ ഹാർഡ്വെയർ കമ്പ്യൂട്ടറിലേക്ക് ആഡ് ചെയ്യുന്നതിനുള്ള സ്റ്റാൻഡേർഡ് സൈസ്ഡ് ഏരിയ ആണ്. ഈ ട്രൈബേക്ക് ആവശ്യമായ സ്ഥലവുമായി ബോർഡ് ഓവർലാപ്പ് ചെയ്യുന്നതിന് കാരണമാകുന്നു. എക്സ്റ്റേണൽ പോർട്ടുകളുടെ എണ്ണം കുറവാണ്. രണ്ടാമത്തെ ഫോം ഫാക്ടർ ATX അഡ്വാൻസ്ഡ് ടെക്നോളജി എക്സ്റ്റെൻഡഡ്. ഏറ്റവും സാധാരണമായതും ജനപ്രിയമേറിയതുമായ മദർ ബോർഡ് ഡിസൈനാണ് ATX. 1995 ഇന്റൽ ആണ് ഇത് പുറത്തിറക്കിയത്. ഇതിന് 12 ഇഞ്ച് വീതിയും 9.6 ഇഞ്ച് നീളവും ഉണ്ട്. ഇതിന് 20 അല്ലെങ്കിൽ 24 പിൻ കണക്ടേഴ്സ് ഉണ്ടായിരിക്കും. ധാരാളം എക്സ്പാൻഷൻ സ്ലോട്ടുകൾ ഉണ്ട്. മികച്ച വായുപ്രവാഹം, നവീകരിക്കുന്നതിനുള്ള മെച്ചപ്പെട്ട ഡിസൈൻ. വിവിധ തരം മദർ ഫാക്ടറുകളുടെ ഒരു കമ്പാരിസൺ ആണ്. നിങ്ങൾക്ക് ചിത്രത്തിൽ നോക്കിയാൽ കാണാം അതിലെ സൈസിലും ഷേപ്പിലും ലേഔട്ടിലും ഉള്ള വ്യത്യാസങ്ങൾ. അടുത്ത ഫോം ഫാക്ടർ LPX ലോ പ്രൊഫൈൽ എക്സ്റ്റൻഷൻ. ഇതിന്റെ വലിപ്പം 9 ഇഞ്ച് വീതിയും 13 ഇഞ്ച് നീളവുമാണ്. ഏറ്റവും വലിയ സവിശേഷത എക്സ്പാൻഷൻ സ്ലോട്ട് ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റീസർ കാർഡ്. മിക്ക LPX മദർ ബോർഡിലും വീഡിയോ ഡിസ്പ്ലേ അഡാപ്റ്റർ കാർഡ് മദർ ബോർഡിൽ ഇൻബിൽറ്റ് ആയിരിക്കും. വില കുറവാണ്. 2-3 എക്സ്പാൻഷൻ സ്ലോട്ട് ഉണ്ടായിരിക്കും. കൂളിംഗ് മോശമാണ്. അപ്ഗ്രേഡ് ചെയ്യുന്നതിന് അനുയോജ്യമല്ല. അടുത്ത ഫോം ഫാക്ടർ NLX ന്യൂ ലോ പ്രൊഫൈൽ എക്സ്റ്റെൻഡഡ്. 1987 NLX മദർ ബോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബോർഡിന് ലംബമായി വിപുലീകരണ കാർഡുകൾ സൂക്ഷിക്കുന്ന ഡെസ്ക്ടോപ്പ് ബോർഡിൽ നിന്ന് വ്യത്യസ്തമായി NLX അവയെ സമാന്തരമായി പിടിപ്പിച്ചു.
10 ഇഞ്ച് ഇൻറ്റു 8 ഇഞ്ച് മുതൽ 13.6 ഇഞ്ച് ഇൻറ്റു 9 ഇഞ്ച് വലുപ്പത്തിൽ ഇവ ലഭ്യമാണ്. തെർമൽ ക്യാരക്ടറിസ്റ്റിക്സ് മികച്ചതാണ്, മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. അടുത്ത ഫോം ഫാക്ടർ BTX ബാലൻസ്ഡ് ടെക്നോളജി എക്സ്റ്റെൻഡഡ്. ATX ഫോം ഫാക്ടറിന്റെ പിൻഗാമിയായി 2004 ഇന്റൽ ആണ് BTX ഫോം ഫാക്ടർ പുറത്തിറക്കിയത്. കമ്പോണന്റ് പ്ലേസ്മെന്റ് മെച്ചപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ബോർഡിലെ മാറ്റങ്ങൾ കേസിനുള്ളിൽ വായു സഞ്ചാരം വർദ്ധിപ്പിക്കുക, കൂളിംഗ് ഫാനുകളുടെ എണ്ണം കുറയ്ക്കൽ എന്നിവ ഉൾപ്പെടെ നിരവധി പുതിയ സവിശേഷതകൾ ഇതിലുണ്ട്. മദർ ബോർഡിൽ നിരവധി കമ്പോണൻസ് ഉണ്ട്. അതിലെ പ്രധാനപ്പെട്ട കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്ലോക്ക് ജനറേറ്റർ, CPU സോക്കറ്റ്, മെമ്മറി സോക്കറ്റ് ഓർ സ്ലോട്ട്, ബയോസ് റോം, CMOS റാം, CMOS ബാറ്ററി, ചിപ്പ് സെറ്റ്, നോർത്ത് ബ്രിഡ്ജ്, സൗത്ത് ബ്രിഡ്ജ്, എക്സ്പാൻഷൻ സ്ലോട്ട്. എക്സ്പാൻഷൻ സ്ലോട്ടിൽ വരുന്നതാണ് PCI സ്ലോട്ട്, AGP പോർട്ട് ആൻഡ് PCI എക്സ്പ്രസ്, ID പോർട്ട് ഓർ സാറ്റ, പിന്നെ മെയിൻ പവർ കണക്ടർ. മദർ ബോർഡിലെ ആദ്യത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് CPU സോക്കറ്റ്. CPU എന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, അതിനെ പ്രോസസർ എന്ന് വിളിക്കാം. പ്രോസസർ കണക്ട് ചെയ്യുന്നതിനുള്ള സോക്കറ്റ് ആണ് CPU സോക്കറ്റ്. അതിൽ ഒന്നോ അതിലധികമോ മെക്കാനിക്കൽ കമ്പോണന്റ് അടങ്ങിയിരിക്കുന്നു. പ്രോസസർ PCBയും തമ്മിൽ വൈദ്യുത കണക്ഷൻ നൽകുന്നു. ഒരു CPU സോക്കറ്റ് വഴി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സോൾഡേർഡ് അല്ല, അതിനാൽ അത് മാറ്റി സ്ഥാപിക്കാൻ കഴിയും. പിന്നുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഉയർന്ന വേഗതയുള്ള CPUകൾ വളരെയധികം താപം സൃഷ്ടിക്കുന്നതിനാൽ CPU സോക്കറ്റിന് തൊട്ട് അടുത്തായി ഫാനിനായി ഹീറ്റ് സിങ്കുകളും മൗണ്ടിംഗ് പോയിന്റുകളും ഉണ്ട്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് വിവിധ തരം CPU സോക്കറ്റുകളാണ്. LGA ലാൻഡ് ഗ്രിഡ് അരേ, PGA പിൻ ഗ്രിഡ് അരേ, BGA ബോൾ ഗ്രിഡ് അരേ. അടുത്തത് മെമ്മറി സോക്കറ്റ് അല്ലെങ്കിൽ സ്ലോട്ട്. കമ്പ്യൂട്ടറിലേക്ക് റാം ഇൻസേർട്ട് ചെയ്യുന്നത് ഈ സ്ലോട്ടിലാണ്. റാം എന്ന് വെച്ചാൽ റാൻഡം ആക്സസ് മെമ്മറി. മെമ്മറിയെ കുറിച്ച് നമുക്ക് അടുത്ത സെക്ഷനിൽ വിശദമായിട്ട് പഠിക്കാം. മിക്ക മദർ ബോർഡുകളിലും 2 or 4 മെമ്മറി സ്ലോട്ട് ഉണ്ട്. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളിൽ സാധാരണയായി SD റാം, DDR എന്നീ റാം ടൈപ്പുകളും ലാപ്ടോപ്പുകളിൽ സോഡിയം ടൈപ്പ് റാമും ആണ് ഉപയോഗിക്കുന്നത്. വേഗത ഓരോന്നിനും വ്യത്യസ്തമാണ്. പുതിയ കമ്പ്യൂട്ടറോ മദർ ബോർഡോ വാങ്ങുമ്പോൾ മെമ്മറി സ്ലോട്ടുകൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന റാമിന്റെ ടൈപ്പ് കൃത്യമായും അറിയാമെന്ന് ഉറപ്പാക്കുക. ബയോസിന്റെ പൂർണ്ണ രൂപം ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ബയോസ് കണ്ടന്റ് റോം ചിപ്പിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. മദർ ബോർഡ് നിർമ്മാണ സമയത്ത് തന്നെ ആവശ്യമായ പ്രോഗ്രാം റോമിൽ ചെയ്ത് മദർ ബോർഡിൽ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ എല്ലാ സമയവും ആദ്യം പ്രവർത്തിക്കുന്ന പ്രോഗ്രാമാണിത്. അടിസ്ഥാന കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എങ്ങനെ ലോഡ് ചെയ്യാമെന്നതിനുള്ള നിർദ്ദേശങ്ങൾ ബയോസിൽ ഉൾപ്പെടുന്നു. ശരിയായി ബൂട്ട് ചെയ്യുന്നതിനുള്ള ആവശ്യകതകൾ കമ്പ്യൂട്ടർ നിറവേറ്റുന്നുവെന്ന് സ്ഥിരീകരിക്കാൻ സഹായിക്കുന്ന ഒരു പോസ്റ്റ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് വിളിക്കുന്ന ഒരു പരിശോധനയും ഇതിൽ ഉൾപ്പെടുന്നു. ഇനി ബൂട്ടിംഗ് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ബൂട്ടിംഗ് ഹാർഡ്വെയർ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കമാൻഡിലൂടെയോ സാധിക്കും. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നതിന് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവശ്യമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സേവ് ചെയ്തിരിക്കുന്നത് കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കിലാണ്. ഹാർഡ് ഡിസ്കിൽ നിന്ന് റാമിലേക്ക് കോപ്പി ചെയ്യുകയും അതിനുശേഷം പ്രോസസർ എക്സിക്യൂട്ട് ചെയ്യുകയും അതിനുശേഷമാണ് കമ്പ്യൂട്ടർ ഓൺ ആകുകയും പ്രവർത്തനക്ഷമമാകുകയും ചെയ്യുന്നത്. ഇതിനെയാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ പോസ്റ്റ് പാസ്സായില്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ തകരാറുകൾ എന്താണെന്ന് സൂചിപ്പിക്കുന്ന ബീപ്പുകളുടെ സംയോജനം കേൾക്കാം. ഇനി ഫങ്ഷൻസ് ഓഫ് ബയോസ്. ആദ്യത്തേത് പോസ്റ്റ്. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ പരിശോധിച്ച് OS ലോഡ് ചെയ്യുന്നതിന് മുമ്പ് പിശകുകളൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കുക. അടുത്തത് ബൂട്ട് സ്ട്രാപ്പ് ലോഡർ. OS കണ്ടെത്തുക. കഴിവുള്ള ഒരു OS സ്ഥിതി ചെയ്യുന്നുവെങ്കിൽ ബയോസ് അതിലേക്ക് നിയന്ത്രണം കൈമാറും. മൂന്നാമത്തേത് അടിസ്ഥാന കമ്പ്യൂട്ടർ ഹാർഡ്വെയറുകളുടെ എക്സാമ്പിൾ കീബോർഡ്, മൗസ്, ഡിസ്പ്ലേ എന്നിവയുടെ ഡ്രൈവർ പ്രോഗ്രാംസ് റൺ ചെയ്യുക. നാലാമത്തെ ഫംഗ്ഷൻ ബയോ സെറ്റപ്സ് ഓർ CMOS സെറ്റപ്പ്. അടുത്തത് CMOS. CMOS എന്നാൽ കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ.
സ്റ്റാർട്ടപ്പ് സമയത്ത് കമ്പ്യൂട്ടറിന് ആവശ്യമായ ബയോസ് കോൺഫിഗറേഷൻ, ടൈം, ഡേറ്റ്, മറ്റ് വിവരങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്ന മദർ ബോർഡിലെ ഒരു റാം മെമ്മറി ചിപ്പാണ് CMOS. റാം എന്ന് വെച്ചാൽ റാൻഡം ആക്സസ് മെമ്മറി. റാം ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. വോളറ്റൈൽ മീൻസ് പവർ ഓഫ് ആയാൽ അതിലെ കണ്ടന്റ് ഡിലീറ്റ് ആയി പോകും. പക്ഷേ കമ്പ്യൂട്ടർ ഓഫ് ആയിരിക്കുന്ന സമയത്തും ഈ ചിപ്പിൽ പവർ ലഭ്യമാക്കുന്നതിന് വേണ്ടി CMOS ബാറ്ററി മദർ ബോർഡിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കമ്പ്യൂട്ടർ ഓഫ് ആക്കി കുറച്ച് സമയത്തിന് ശേഷം അത് ഓൺ ആക്കിയാൽ അത് ശരിയായ ഡേറ്റും ടൈമും കാണിക്കുന്നത്. ഇത് പ്രത്യേകമായി ഒരു ചിപ്പായോ പുതിയ മദർ ബോർഡുകളിൽ സൗത്ത് ബ്രിഡ്ജ് ചിപ്പിലോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. CMOS ബാറ്ററി ഇതൊരു ലിഥിയം സെൽ ബാറ്ററിയാണ്. ഇതൊരു നാണയം പോലെ കാണപ്പെടുന്നു. കമ്പ്യൂട്ടറിന്റെ പവർ ഓഫ് ആയിരിക്കുമ്പോൾ CMOS ചിപ്പിന് പവർ കൊടുക്കുന്നു. 3 വോൾട്ട് CMOS ബാറ്ററികളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. ചില ഉപകരണങ്ങളിൽ 5 വോൾട്ട് CMOS ബാറ്ററിയും ഉപയോഗിക്കുന്നു. CMOS ബാറ്ററി ചാർജ് ചെയ്യാനാവില്ല. മുൻപ് CMOS ബാറ്ററികളുടെ ആയുസ് 3 വർഷമായിരുന്നു. ഇപ്പോൾ CMOS ബാറ്ററികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് 10 വർഷത്തെ ആയുസ് ഉപയോഗിച്ചാണ്. CMOS ബാറ്ററി പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ: ആദ്യത്തേത് സിസ്റ്റം ബൂട്ട് ചെയ്യാൻ പ്രയാസം നേരിടും. രണ്ടാമത്തേത് മദർ ബോർഡിൽ നിന്ന് കോൺസ്റ്റന്റ് ആയിട്ട് ബീപ്പിംഗ് നോയ്സ് കേട്ടുകൊണ്ടിരിക്കും. മൂന്നാമത്തേത് കമ്പ്യൂട്ടർ തെറ്റായ തീയതിയും സമയവും കാണിക്കും. നാലാമത്തേത് ഡ്രൈവേഴ്സ് ശരിയായി പ്രവർത്തിക്കില്ല. ഇനി ഡ്രൈവേഴ്സ് എന്ന് വെച്ചാൽ ഹാർഡ്വെയർ ഉപകരണങ്ങളെ കമ്പ്യൂട്ടറിന്റെ OSുമായി ആശയവിനിമയം നടത്താൻ പ്രാപ്തമാക്കുന്ന ഒരു കൂട്ടം ഫയലുകളാണ് ഡ്രൈവേഴ്സ്. എക്സ്പാൻഷൻ സ്ലോട്ട്, വീഡിയോ, സൗണ്ട്, അഡ്വാൻസ്ഡ് ഗ്രാഫിക്സ്, എതർനെറ്റ് ഓർ മെമ്മറി പോലുള്ള കമ്പ്യൂട്ടറിന് അധിക സവിശേഷതകൾ നൽകുന്ന ഒരു വിപുലീകരണ കാർഡ് ചേർക്കാൻ ഉപയോഗിക്കുന്ന മദർ ബോർഡിലെ സോക്കറ്റാണ് എക്സ്പാൻഷൻ സ്ലോട്ട്. വിവിധ തരം എക്സ്പാൻഷൻ സ്ലോട്ടുകൾ: ആദ്യത്തേത് PCI പെരിഫറൽ കമ്പോണന്റ് ഇന്റർകണക്ട്, രണ്ടാമത്തേത് PCI എക്സ്പ്രസ് പെരിഫറൽ കമ്പോണന്റ് ഇന്റർകണക്ട് എക്സ്പ്രസ്, മൂന്നാമത്തേത് AGP ആക്സിലറേറ്റഡ് ഗ്രാഫിക് പോർട്ട്. ആദ്യത്തെ എക്സ്പാൻഷൻ സ്ലോട്ട് PCI സ്ലോട്ട്, പെരിഫറൽ കമ്പോണന്റ് ഇന്റർകണക്ട്. 1992 ഇന്റലാണ് PCI സ്ലോട്ട് അവതരിപ്പിച്ചത്. ഇതൊരു പാരലൽ സമാന്തര ബസ് ഘടന ഉപയോഗിക്കുന്നു. പാരലൽ ട്രാൻസ്മിഷൻ എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ബിറ്റ് ഒരേ സമയം ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് പാരലൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഇനി ബസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ഒരു പാർട്ടിൽ നിന്നും മറ്റൊരു പാർട്ടിലേക്ക് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കളക്ഷൻ ഓഫ് വയേഴ്സിനെയാണ് ബസ് എന്ന് പറയുന്നത്. ഇത് വേഗതയേറിയ ഡേറ്റ റേറ്റ് നൽകുന്നു. ലാൻ കാർഡ്, സൗണ്ട് കാർഡ്, TV ട്യൂണർ കാർഡ് എന്നിവ പോലുള്ള ആഡ് ഓൺ കാർഡുകൾ ചേർക്കുന്നതിനോ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനോ PCI സ്ലോട്ടുകൾ ഉപയോഗിക്കുന്നു. ഒരു മദർ ബോർഡിൽ സാധാരണയായി 2 മുതൽ 5 വരെ PCI സ്ലോട്ടുകൾ ഉണ്ടായിരിക്കും. ചിത്രത്തിൽ കാണുന്നത് ആഡ് ഓൺ കാർഡ്സുകളായ സൗണ്ട് കാർഡ്, ലാൻ കാർഡ്, TV ട്യൂണർ കാർഡ്. രണ്ടാമത്തെ എക്സ്പാൻഷൻ സ്ലോട്ട് AGP പോർട്ട്, ആക്സിലറേറ്റഡ് ഗ്രാഫിക് പോർട്ട്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ഒരു വീഡിയോ കാർഡ് അറ്റാച്ച് ചെയ്യുന്നതിനുള്ള ഒരു ഹൈ സ്പീഡ് പോയിന്റ് ടു പോയിന്റ് ചാനലായി AGP ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പ്രധാനമായും 3D കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ത്വരിതപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. ഉയർന്ന നിലവാരവും ഫാസ്റ്റ് പെർഫോമൻസും ആണ്. സാധാരണ ഇതിന് തവിട്ട നിറമാണ്. ആ നിറം ഉപയോഗിച്ച് ഈ പോർട്ടിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അടുത്ത എക്സ്പാൻഷൻ സ്ലോട്ട് PCI എക്സ്പ്രസ്. PCI എക്സ്പ്രസിന്റെ പൂർണ്ണ രൂപം പെരിഫറൽ കമ്പോണന്റ് ഇന്റർകണക്ട് എക്സ്പ്രസ്. ഇത് ഒരു അതിവേഗ സീരിയൽ കമ്പ്യൂട്ടർ എക്സ്പാൻഷൻ ബസ് ആണ്. സീരിയൽ ട്രാൻസ്മിഷൻ മീൻസ് ഒരു ബിറ്റ് കഴിഞ്ഞ് അടുത്ത ബിറ്റ് എന്ന രീതിയിൽ സെൻഡ് ചെയ്യുന്നതിനെയാണ് സീരിയൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. PCI എക്സ്പ്രസ് ഉപയോഗിച്ച് ഹൈ എൻഡ് വീഡിയോ കാർഡ്, ജിഗാബൈറ്റ് എതർനെറ്റ് കാർഡുകൾ പോലുള്ള ഹൈ സ്പീഡ് ഉപകരണങ്ങളെ കണക്ട് ചെയ്യാൻ കഴിയും. PCIയുടെ ഏറ്റവും പുതിയ പതിപ്പാണ് PCI എക്സ്പ്രസ്. PCI എക്സ്പ്രസ് വേഗത്തിലും കാര്യക്ഷമമായും പ്രോസസ്സറും മദർ ബോർഡുമായി ആശയവിനിമയം നടത്തുന്നു. IDE പോർട്സ് ആൻഡ് SATA പോർട്ട്. IDEയുടെ പൂർണ്ണ രൂപം ഇന്റഗ്രേറ്റഡ് ഡ്രൈവ് ഇലക്ട്രോണിക്സ്. SATAയുടെ പൂർണ്ണ രൂപം സീരിയൽ അഡ്വാൻസ്ഡ് ടെക്നോളജി അറ്റാച്ച്മെന്റ്. IDEയെ പാറ്റ എന്നും വിളിക്കാറുണ്ട്. പാരലൽ അഡ്വാൻസ്ഡ് ടെക്നോളജി അറ്റാച്ച്മെന്റ്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് സ്റ്റോറേജ് ഡിവൈസുകളെ, ഫോർ എക്സാമ്പിൾ ഹാർഡ് ഡിസ്ക് പോലുള്ള സ്റ്റോറേജ് ഡിവൈസുകളെ കണക്ട് ചെയ്യുന്നതിനുള്ള വ്യത്യസ്ത തരം ഇന്റർഫേസുകളാണ് IDE, SATA.
ഇന്റർഫേസ് എന്ന് വെച്ചാൽ രണ്ട് വ്യത്യസ്ത എൻറ്റിറ്റികൾ തമ്മിൽ സംവദിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിനെയാണ് നമ്മൾ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ടിവിയും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത് റിമോട്ട് കൺട്രോൾ ആണ്. സാറ്റ ഡ്രൈവുകൾ പാറ്റ ഡ്രൈവുകളേക്കാൾ വേഗതയുള്ളതാണ്. സാറ്റ ഏറ്റവും പുതിയ സ്റ്റാൻഡേർഡ് ആണ്. ഇന്ന് മിക്ക ഡ്രൈവുകളിലും സാറ്റ കണക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. ചിപ്പ് സെറ്റ് മൈക്രോ കൺട്രോളർ ചിപ്പുകളുടെ കളക്ഷൻ ആണ് ചിപ്പ് സെറ്റ്. പ്രധാന സിസ്റ്റം കമ്പോണൻസ് തമ്മിൽ അതിവേഗ ആശയവിനിമയം നൽകുന്ന ഇന്റർഫേസ് ആണ് ചിപ്പ് സെറ്റ്. ചിപ്പ് സെറ്റിന്റെ രണ്ട് പ്രധാന നിർമ്മാതാക്കൾ എൻവിഡിയയും ഇന്റലും ആണ്. സൗത്ത് ബ്രിഡ്ജും നോർത്ത് ബ്രിഡ്ജും ചേർന്നതാണ് ചിപ്പ് സെറ്റ്. നോർത്ത് ബ്രിഡ്ജ് ഇപ്പൊ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ മദർ ബോർഡ് പിടിക്കുകയാണെങ്കിൽ നോർത്ത് ബ്രിഡ്ജ് മദർ ബോർഡിന്റെ നോർത്ത്, അതായത് വടക്ക് ഭാഗത്തായി കാണപ്പെടുന്നു. നോർത്ത് ബ്രിഡ്ജിനെ മെമ്മറി കൺട്രോളർ ഹബ് എന്നും അറിയപ്പെടുന്നു. ഇത് CPU-യുമായി നേരിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. CPU, RAM, AGP, PCI Express, സൗത്ത് ബ്രിഡ്ജ് ഇവ തമ്മിലുള്ള ആശയവിനിമയം കൈകാര്യം ചെയ്യുന്നു. ഇതിനു മുകളിലായി ഒരു വലിയ ഹീറ്റ് സിങ്ക് ഉണ്ട്. വേഗത കൂടുതലാണ്. സൗത്ത് ബ്രിഡ്ജ് മദർ ബോർഡിന്റെ സൗത്ത്, അതായത് തെക്ക് ഭാഗത്ത് കാണപ്പെടുന്നു. ഇത് CPU-യുമായി നേരിട്ട് കണക്ട് ചെയ്തിട്ടില്ല. PCI ബസ് സ്ലോട്ട്, ബയോസ്, സാറ്റ, IDE കണക്ടർ, USB പോർട്ട്, നോർത്ത് ബ്രിഡ്ജ് എന്നിവയുമായി കണക്ട് ചെയ്തിരിക്കുന്നു. അതായത് സ്ലോവർ ഇൻപുട്ട് ഔട്ട്പുട്ട് കമ്പോണൻസുകളായ സീരിയൽ പോർട്ട്, USB പോർട്ട്, IDE എന്നിവയെ കൺട്രോൾ ചെയ്യുന്നത് സൗത്ത് ബ്രിഡ്ജ് ആണ്. ഏറ്റവും ആധുനിക മെഷീനിൽ സൗത്ത് ബ്രിഡ്ജ് CPU-യുമായി നേരിട്ട് ആശയവിനിമയം ചെയ്യുന്നു. ഈ കേസിൽ നോർത്ത് ബ്രിഡ്ജ് CPU-യിൽ തന്നെയായിരിക്കും. ഇന്റൽ സിസ്റ്റത്തിൽ സൗത്ത് ബ്രിഡ്ജിന്റെ പേര് IO കൺട്രോളർ ഹബ് എന്നും AMD സിസ്റ്റത്തിൽ ഫ്യൂഷൻ കൺട്രോൾ ഹബ് എന്നും അറിയപ്പെടുന്നു. ഇത് നോർത്ത് ബ്രിഡ്ജിന്റെ അത്രത്തോളം ഫാസ്റ്റ് അല്ല. മെയിൻ പവർ കണക്ടർ. ഓരോ PC പവർ സപ്ലൈയിലും പ്രത്യേകം കണക്ടറുകൾ ഉണ്ട്. അത് മദർ ബോർഡിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. സിസ്റ്റം പ്രോസസർ, മെമ്മറി, എല്ലാ സ്ലോട്ടഡ് ആഡ് ഓൺ ബോർഡുകൾക്കും പവർ നൽകുന്നു. ഫോം ഫാക്ടറിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് മദർ ബോർഡ് പവർ സപ്ലൈ കണക്ടറുകൾ. ഈ കണക്ടറുകൾ ശരിയായി അറ്റാച്ച് ചെയ്തില്ലെങ്കിൽ പവർ സപ്ലൈയും മദർ ബോർഡ് കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. വിവിധ തരം പവർ സപ്ലൈ കണക്ടേഴ്സ്. ആദ്യത്തേത് AT പവർ സപ്ലൈ കണക്ടർ, രണ്ടാമത്തേത് ATX പവർ സപ്ലൈ കണക്ടർ. AT പവർ സപ്ലൈ കണക്ടർ മദർ ബോർഡിന്റെ AT സോക്കറ്റിലേക്ക് ബന്ധിപ്പിക്കുന്ന പ്രധാന കണക്ടറുകളായി AT, P8, P9 എന്നിവ ഉപയോഗിക്കുന്നു. ഓരോന്നിനും 6 പിൻസ് ഉണ്ട്. ചില സിസ്റ്റത്തില് ലേബൽ ചെയ്തേക്കുന്നത് P8, P9 പകരം P1, P2 എന്നായിരിക്കും. SMBSൽ നിന്ന് മദർ ബോർഡിലേക്ക് P8, P9 കണക്ടർ കണക്ട് ചെയ്യുമ്പോൾ P8, P9 കണക്ഷനുകളുടെ ബ്ലാക്ക് കളർ വയർ, അതായത് ഗ്രൗണ്ടിനെ പ്രതിനിധീകരിക്കുന്ന വയർ പരസ്പരം അഭിമുഖീകരിക്കുകയും ക്ലിപ്പുകൾ അഭിമുഖീകരിക്കുകയും വേണം. ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡായ AT, ബേബി AT ആൻഡ് LPX മദർ ബോർഡുകളിലെല്ലാം തന്നെ ഈ AT പവർ സപ്ലൈ കണക്ടറുകളാണ് ഉപയോഗിക്കുന്നത്. ATX പവർ സപ്ലൈ കണക്ടർ ഒരു കമ്പ്യൂട്ടറിനുള്ളിലെ ഏറ്റവും വലിയ കണക്ടറുകളിൽ ഒന്നാണിത്. ഇത് ഒരു ATX സ്റ്റൈൽ മദർ ബോർഡിലേക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യുന്നു. ATX പ്രധാന പവർ കണക്ടർ ഒരൊറ്റ 20 പിൻ അല്ലെങ്കിൽ 24 പിൻ കണക്ടർ ആണ്. 2 വരികളിൽ പിൻസ് പ്ലേസ് ചെയ്തിരിക്കുന്നു. 24 പിൻ കണക്ടർ ഉള്ള പവർ സപ്ലൈ മദർ ബോർഡിൽ 20 പിൻ കണക്ടറേ ഉള്ളൂവെങ്കിൽ അഡീഷണലായി വരുന്ന 4 പിൻ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മദർ ബോർഡിൽ 24 പിൻ കണക്ഷൻ ഉണ്ടെങ്കിൽ എല്ലാ 24 പിന്നുകളും കണക്ട് ചെയ്യേണ്ടതാണ്. 24 പിൻ കണക്ടർ ഇല്ലാത്ത ഒരു പവർ സപ്ലൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു പുതിയ പവർ സപ്ലൈ വാങ്ങേണ്ടതുണ്ട്. ടൈപ്സ് ഓഫ് സിസ്റ്റം ഫ്രണ്ട് പാനൽ കേബിൾസ്. 4 ടൈപ്പ് ഫ്രണ്ട് പാനൽ കേബിൾസ് ആണുള്ളത്. ആദ്യത്തേത് ഹാർഡ് ഡിസ്ക് LED, രണ്ടാമത്തേത് പവർ LED, മൂന്നാമത്തേത് പവർ സ്വിച്ച്, നാലാമത്തേത് റീസെറ്റ് സ്വിച്ച്. ഹാർഡ് ഡിസ്ക് LED ഹാർഡ് ഡിസ്ക് ഡ്രൈവിനായുള്ള LED ആക്ടിവിറ്റി ലൈറ്റ്. ഹാർഡ് ഡ്രൈവിൽ നിന്ന് വിവരങ്ങൾ റീഡ് ചെയ്യുകയോ അതിലേക്ക് റൈറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഇത് ബ്ലിങ്ക് ചെയ്യുന്നു. അടുത്തത് പവർ LED കമ്പ്യൂട്ടർ ഓൺ ഓഫ് സ്റ്റാൻഡ് ബൈ ആണോ എന്ന് സൂചിപ്പിക്കുന്ന LED പവർ ലൈറ്റ്. അടുത്ത പവർ സ്വിച്ച് കമ്പ്യൂട്ടർ ഓൺ ആക്കാനും ഓഫ് ആക്കാനും അനുവദിക്കുന്ന പവർ ബട്ടനെ നിയന്ത്രിക്കുന്നു. അടുത്ത റീസെറ്റ് സ്വിച്ച് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് റീസെറ്റ് ബട്ടൺ കൈകാര്യം ചെയ്യുന്നു. പോർട്സ് ആൻഡ് കണക്ടേഴ്സ്.
ഒരു സിസ്റ്റം യൂണിറ്റിലേക്ക് ഒരു പെരിഫറൽ അറ്റാച്ച് ചെയ്യുന്ന പോയിന്റാണ് പോർട്ട്. പെരിഫറൽ ഡിവൈസ് മീൻസ് എക്സ്റ്റേണൽ ഡിവൈസ്. പുറത്തുനിന്ന് ഏതെങ്കിലും ഡിവൈസ് കമ്പ്യൂട്ടറിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് പോർട്ടിലാണ്. അതുവഴി കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ അയക്കാനോ സ്വീകരിക്കാനോ പെരിഫറലിന് കഴിയും. പോർട്ടുകൾക്ക് വ്യത്യസ്ത തരം കണക്ടറുകളാണുള്ളത്. ഇനി ചിത്രത്തിൽ വിവിധ തരം പോർട്ടുകൾ കാണാം. നമുക്ക് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ആദ്യത്തേത് കീബോർഡും മൗസും കണക്ട് ചെയ്യുന്ന PS2 പോർട്ട്. ഇത് HDMI പോർട്ട്, ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് പോർട്ട്. ഇത് പാരലൽ പോർട്ട്. ഇത് VGA പോർട്ട്. ഇത് ഫയർവയർ പോർട്ട്. ഇത് രണ്ടെണ്ണം USB പോർട്ട്. ഇത് ഇന്റർനെറ്റിനും നെറ്റ്വർക്കിങ്ങിനും യൂസ് ചെയ്യുന്ന LAN പോർട്ട് അല്ലെങ്കിൽ എതർനെറ്റ് പോർട്ട്. ഇത്രയും ഓഡിയോ പോർട്ട്. ആദ്യത്തേത് PS2 പോർട്ട്. കീബോർഡും മൗസും കമ്പ്യൂട്ടർ സിസ്റ്റവുമായി കണക്ട് ചെയ്യാനാണ് PS2 പോർട്ട് ഉപയോഗിക്കുന്നത്. ഗ്രീൻ കളർ മൗസിനും വയലറ്റ് കളർ കീബോർഡിനുമാണ്. PS2 പോർട്ടിനകത്ത് 6 പിന്നുകളാണ് ഉള്ളത്. PS2 മൗസും കീബോർഡും ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ സിസ്റ്റം ഓൺ ആകുന്നതിന് മുമ്പേ കണക്ട് ചെയ്യണം. ബയോസ് സെറ്റപ്പ് ഓപ്പൺ ആയി വരുന്ന സമയത്തെ PS2 പോർട്ട് ഉണ്ടോ എന്ന് പോസ്റ്റ് നോക്കും. അതുകൊണ്ടാണ് സിസ്റ്റം ഓൺ ആക്കുമ്പോൾ ഓരോ ലൈറ്റും ബ്ലിങ്ക് ആകുന്നത്. ഇന്ന് കൂടുതലും USB പോർട്ടുകളാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത് സീരിയൽ പോർട്ട്. സീരിയൽ പോർട്ട് ഒരു ബിറ്റ് കഴിഞ്ഞ് മറ്റൊരു ബിറ്റ് എന്ന രീതിയിലാണ് സെൻഡ് ചെയ്യുന്നത്. ഓൾഡ് മൗസ്, ഓൾഡ് എക്സ്റ്റേണൽ മോഡംസ്, സെക്യൂരിറ്റി ക്യാമറ എന്നിവ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യാൻ സീരിയൽ പോർട്ട് ഉപയോഗിക്കുന്നു. ഇപ്പോൾ USB പോർട്ടുകളാണ് ഉപയോഗിക്കുന്നത്. പാരലൽ പോർട്ട്. സാധാരണയായി ഈ പോർട്ടിന് പിങ്ക് നിറമാണ്. ഒരേ സമയം ഒന്നിലധികം ബിറ്റ് സെൻഡ് ചെയ്യുന്നു. പ്രിന്റേഴ്സ്, CD-ROM ഡ്രൈവ്സ് മുതലായവ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യാൻ പാരലൽ പോർട്ട് ഉപയോഗിക്കുന്നു. അടുത്തത് VGA പോർട്ട്. VGA പോർട്ടിന്റെ പൂർണ്ണ രൂപം വീഡിയോ ഗ്രാഫിക് അരേ. സാധാരണയായി നീല നിറത്തിൽ കാണപ്പെടുന്നു. 15 പിൻ 3 വരികളായി കാണപ്പെടുന്നു. മോണിറ്റർ, പ്രൊജക്ടർ എന്നിവയിലേക്ക് മദർബോർഡിൽ നിന്നുള്ള വീഡിയോ ഔട്ട്പുട്ട് കൊടുക്കാനാണ് VGA പോർട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇതിനു പകരം ക്ലാരിറ്റി കൂടിയ HDMI ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ്, DVI ഡിജിറ്റൽ വീഡിയോ ഇന്റർഫേസ് പോർട്ടുകളാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് USB പോർട്ട്. USB സ്റ്റാൻഡ്സ് ഫോർ യൂണിവേഴ്സൽ സീരിയൽ ബസ്. ഇതൊരു സീരിയൽ ഹാർഡ്വെയർ ഇന്റർഫേസ് ആണ്. വിവിധ തരത്തിലുള്ള പെരിഫറൽസ് കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യാൻ USB പോർട്ട് ഉപയോഗിക്കുന്നു. പല വേർഷൻസ് ഉണ്ട്. ആദ്യത്തേത് USB 1.1 1998 സെപ്റ്റംബറിലാണ് ഇത് റിലീസ് ചെയ്തത്. അതിന്റെ ഡേറ്റ ട്രാൻസ്മിഷൻ റേറ്റ് എന്ന് പറയുന്നത് 12 Mbps. രണ്ടാമത്തെ വേർഷൻ USB 2.0 2000 ഏപ്രിലാണ് ഇത് റിലീസ് ചെയ്തത്. ഡേറ്റ ട്രാൻസ്മിഷൻ റേറ്റ് എന്ന് പറയുന്നത് 480 Mbps. മൂന്നാമത്തെ വേർഷൻ USB 3.0 2018 നവംബറിലാണ് ഇത് റിലീസ് ചെയ്തത്. ഡേറ്റ ട്രാൻസ്മിഷൻ റേറ്റ് എന്ന് പറയുന്നത് 4.8 Gbps. അടുത്ത പോർട്ട് എതർനെറ്റ് പോർട്ട് അല്ലെങ്കിൽ LAN പോർട്ട്. നെറ്റ്വർക്കിംഗ്, ഇന്റർനെറ്റ് കണക്ഷൻ എന്നിവ സംബന്ധമായ ഇൻപുട്ട് കൊടുക്കുക എതർനെറ്റ് പോർട്ടിലാണ്. ഓഡിയോ പോർട്സ്. ഓഡിയോ മീഡിയം പോലുള്ള മൈക്രോഫോൺസ്, സ്പീക്കർ, ഹെഡ്ഫോൺസ് എന്നിവ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യാൻ ഓഡിയോ പോർട്ട് ഉപയോഗിക്കുന്നു. അതിൽ ബ്ലൂ കളർ ലൈൻ ഇൻ. ഓഡിയോ ഇൻപുട്ട് സിസ്റ്റത്തിൽ കൊടുക്കണമെങ്കിൽ ലൈൻ ഇന്നിൽ കണക്ട് ചെയ്യണം. ഗ്രീൻ എന്ന് പറയുന്ന ലൈൻ ഔട്ട്, ഹെഡ്ഫോൺ കണക്ട് ചെയ്യുന്നു. പിങ്ക് മൈക്രോഫോൺ കണക്ട് ചെയ്യുന്നു. അടുത്ത പോർട്ട് HDMI ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ്. മൾട്ടിമീഡിയ പ്രൊജക്ടർ, ഡിജിറ്റൽ TV, ഡിജിറ്റൽ സ്പീക്കർ എന്നിവ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യാൻ HDMI പോർട്ട് ഉപയോഗിക്കുന്നു. HDMIക്ക് ഓഡിയോ വീഡിയോ സിഗ്നലുകൾ വഹിക്കാൻ കഴിയും. അടുത്ത പോർട്ട് ഫയർവയർ. അതിവേഗ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന സീരിയൽ ബസ് ഇന്റർഫേസ് ആണ് ഫയർവയർ. ഇത് USB പോലെയാണ്. USB-യേക്കാൾ വേഗത കൂടുതലാണ്. ഡിജിറ്റൽ ക്യാമറ പോലുള്ള ഉപകരണങ്ങൾ കണക്ട് ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു. ഒരു കമ്പ്യൂട്ടറിലെ പ്രധാനപ്പെട്ട കമ്പോണൻസുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ചിത്രത്തിൽ കാണുന്നത് ഒരു ATX മദർ ബോർഡാണ്. അതിൽ കമ്പോണൻസിനെ പരിചയപ്പെടാം. CPU സോക്കറ്റ്, ഇത് CPU ഫാൻ ആൻഡ് ഹീറ്റ് സിങ്ക് മൗണ്ട്, ഇത് CPU ഫാൻ കണക്ടർ, ഇത് മെമ്മറി സ്ലോട്ട്,
ഇത് സൂപ്പർ ഇൻപുട്ട് ഔട്ട്പുട്ട് ചിപ്പ്. ഇതെന്ന് പറയുന്നത് 24 പിൻ ATX പവർ കണക്ടർ. ഇത് ഫ്ലോപ്പി ഡ്രൈവ് കണക്ടർ. ഇതെന്ന് പറയുന്നത് IDE കണക്ടർ. ഇതെന്ന് പറയുന്നത് ബയോസ് ചിപ്പ്. ഇത് സൗത്ത് ബ്രിഡ്ജ്. ഇത് CMOS ബാറ്ററി. ഇത് നോർത്ത് ബ്രിഡ്ജ്. ഇത് PCI സ്ലോട്ട്. ഇത് PCI എക്സ്പ്രസ്. ഇത്രയും കാണുന്നത് പോർട്ടുകളാണ്. ഇന്നത്തെ ക്ലാസ്സിൽ മദർ ബോർഡ് എന്താണ്, ടൈപ്സ് ഓഫ് മദർ ബോർഡ്, മദർ ബോർഡിന്റെ ഫോം ഫാക്ടർ, മദർ ബോർഡിൽ വരുന്ന കമ്പോണൻസ്, വിവിധതരം പോർട്ടുകൾ, ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നന്ദി.